താങ്കളുടെ അഡിക്ഷൻ എന്ന് പറയുന്നത് ബിസിനസ് ആണ്. താങ്കൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും താങ്കൾക്ക് അഡിക്ഷൻ ആണ്. പക്ഷെ ഇപ്പോൾ നമ്മളുടെ യൂത്തിനെ കുറിച്ച് അറിയാലോ, അവർ അഡിക്ഷൻ എന്ന് പറയുന്നത് ഡ്രഗ് അല്ലെ, ഡ്രഗ് അഡിക്ഷൻ ഇപ്പോൾ വളരെയധികം കൂടുതലാണ്. ഇപ്പോൾ താങ്കൾക്ക് അവരോട് അവരുടെ അഡിക്ഷൻ ആക്ച്വലി എന്തായിരിക്കണം, എന്താണ് ഇപ്പോൾ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മളുടെ സൊസൈറ്റിയിൽ നിന്നും ഈ ഒരു ഡ്രഗ് മാറ്റാൻ വേണ്ടിയിട്ട് താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? ആ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്തായിരിക്കും? ഗൈഡ് ചെയ്യേണ്ട സമയത്ത് പ്രോപ്പറായിട്ട് ഗൈഡ് ചെയ്യണം. അപ്പോൾ ഓക്കെ, ആ സ്റ്റേജ് കഴിഞ്ഞാൽ അവർ നല്ല രീതിയിൽ പറഞ്ഞ് മാറ്റാൻ നോക്കുക. ഇല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് അവർക്ക് ഉള്ള പരിഹാരം മെഡിക്കേഷനോ കാര്യങ്ങളോ സ്റ്റാർട്ട് ചെയ്യുക. ഇതാണ് ചെയ്യേണ്ടത്. ഇപ്പൊ നമുക്ക് ഡ്രഗ്സിലോട്ടാണ് പോകുന്നത്. നമുക്കറിയാം, കോളേജിലാണെങ്കിലും സ്കൂളിലാണെങ്കിലും നമ്മുടെ നാട്ടിലൊക്കെ ഈ ഒരു സിന്തറ്റിക് ഡ്രഗ്സ് പടർന്ന് പന്തലിക്കുകയാണ്. ആക്ച്വലി ഞാൻ കാണുന്നത് ഒരു മാറ് പോലെ തന്നെയാണ്. നമ്മുടെ ക്വാളിറ്റി പ്രൊഡക്ട്സ്, നമ്മുടെ ക്വാളിറ്റി മനുഷ്യന്മാരെ ഇത്രയും ക്വാളിറ്റി ആയിട്ടുള്ള പ്രൊഡക്ട്സിനെ നശിപ്പിക്കുക എന്നാണ് നമ്മൾ കാണുന്നത്. നമുക്കറിയാം, കോവിഡ് വന്നപ്പോൾ പടർന്നു പോയി. അതുപോലെ തന്നെയാണ് ഈ ഡ്രഗ്സും. ഇത് ഒരാള് യൂസ് ചെയ്താൽ, ഞാനിപ്പോ ഇങ്ങനെ ആയാലും അടുത്താൾ ടേസ്റ്റ് ചെയ്യും. ഫ്രണ്ട്ഷിപ്പ് നമ്മളെല്ലാം ചെയ്യും. നമ്മൾക്ക് 10 പേര് ഇരിക്കുമ്പോൾ ആരെ പുറത്തുനിന്ന് കമന്റ് പറഞ്ഞാലും ഫ്രണ്ട്ഷിപ്പ് നമ്മളെല്ലാം ചെയ്തു പോവുകയാണ്. അപ്പോ ചൂസ് ചെയ്ത ഫ്രണ്ട് നന്നായിരിക്കും, വളരെ നന്നായിരിക്കും. നമ്മൾ യാത്ര ചെയ്യുന്നത് ആരെ കൂടിയാണ്, അവരെന്താ പോക്കറ്റിൽ വെച്ചിരിക്കുന്നതെന്ന് നമ്മൾ അറിയാൻ ബാധ്യസ്ഥരാണ്. അല്ലാതെ ആ ഫ്രണ്ട്ഷിപ്പ് നമ്മൾ പോയാൽ ഓട്ടോമാറ്റിക്കലി അങ്ങനെ ആവും. പിന്നെ ഇതുപോലത്തെ ഡ്രഗ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് പിന്മാറാൻ പറ്റത്തില്ല. അത് പിന്നെ അവരുടെ കുറ്റമല്ല, അവരുടെ സാഹചര്യങ്ങളാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്. അപ്പൊ കൂടെ ഉള്ള ആൾക്കാർ സപ്പോർട്ട് ചെയ്യാം. ഇപ്പൊ ഇതിലൊക്കെ പെട്ടുപോയ ആൾക്കാർ തിരിച്ചു വരിക. നിങ്ങൾക്ക് നല്ല ജീവിതം ഉണ്ടാവണം, നിങ്ങൾ വിജയിക്കണം. നമ്മൾ വിചാരിച്ചാൽ തിരിച്ചു വരാൻ പറ്റുന്ന ഒന്നുമില്ല. അതായത് മനുഷ്യൻ എന്ന് പറഞ്ഞ ഒരു അപാര സാധ്യതയാണ്. അവരെ തോൽപ്പിക്കാൻ പറ്റില്ല.